കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 19/10/2025 എന്ന ദിനത്തിൽ വീട്ടിലെ സഭായോഗമായി കൂടി വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബുക്ക് ഓഫ് ആക്ട്സിൽ വീട്ടിലെ സഭ എന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ വീട്ടിലെ സഭയായിട്ട് ഞങ്ങൾക്ക് കൂടി വന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് സന്തോഷിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ മുന്നേറുവാൻ ഒരു അവസരം കൂടി കർത്താവ് ഞങ്ങൾക്ക് തന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവവചനം കേൾക്കുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്, ഒന്നുകൂടി കടത്തി പറയാം, പരിജ്ഞാനത്തോടെ അതെടുക്കുന്നെങ്കിൽ നല്ലത്, കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പള്ളുരുത്തി സ്കൂളിലെ ഒരു പെൺകുട്ടിയുടെ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുക, തീ കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്തിനിത് പറയുന്നു? ഇത് വചനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. 2 സന്തതികൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇസഹാക്കിൻ്റെ സന്തതി പരമ്പരയും ഇസ്മയേലിൻ്റെ സന്തതി പരമ്പരയും ഈ ഭൂമിയിൽ കിടക്കുകയാണ്. നമ്മളത് വചനത്തിലൂടെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതികൾക്കെല്ലാം വ്യത്യാസമുണ്ട്. ഇസ്മയേലിൻ്റെ സന്തതിയെക്കുറിച്ച് പറയുന്നത് അവൻ എതിരെ പാർക്കുന്നവനാണ്, എതിരഭിപ്രായമുള്ളവനാണ്. ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രമാണത്തിനും എപ്പോഴും വിഘടിച്ച് നിൽക്കുന്ന, എതിർത്ത് നിൽക്കുന്ന ഒരു ജാതിയാണ് ഇസ്മയേലിൻ്റെ സന്തതി പരമ്പര. യിശയ്യാവിൻ്റെ സ്തോത്രം, അവകാശം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാ അത്? യേശാവിൻ്റെയും ഇസ്മയേലിൻ്റെയൊക്കെ സന്തതി പരമ്പരകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ രണ്ടുമൊക്കെ ഒന്ന് തന്നെ. ദൈവപ്രമാണത്തിൽ എപ്പോഴും എതിര് നിൽക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് വിചിത്രമായിട്ട് തോന്നിയത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അനിഷേധ്യ നേതാവാണെന്ന് വാഴ്ത്തിപ്പാടുന്ന ഒരു മനുഷ്യൻ ഈ വിഷയം വന്നപ്പോൾ മലക്കം മറിഞ്ഞു. അപ്പോൾ അത് ആ വർഗീയതയുടെ ആ വിഷം ചീറ്റുന്ന അനുഭവമേ എനിക്കത് വിചിത്രമായിട്ട് തോന്നി. പലരും എതിർത്ത് നിൽപ്പുണ്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിങ്ങളെല്ലാവരും കേട്ട പോലെ കോടതി വിധി ഉണ്ടായി. ഇതുപോലൊരു സംഭവം വേറൊരു സ്റ്റേറ്റിലുണ്ടായപ്പോൾ കോടതി വിധി പറഞ്ഞത് എന്താ? അതാ സ്കൂളിൻ്റെ മാനദണ്ഡമാണ്. അതിൽ നമ്മൾ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അതനുസരിച്ച് കൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത് അന്ത്യകാലമാണ്. അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് ദൈവവചനം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുക. അന്ത്യകാല ലക്ഷണം എന്താണ്? അന്ത്യകാല ലക്ഷണം തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് 3:1 മുതൽ 5 വരെ ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, അഹങ്കാരികളും, ദൂഷകന്മാരും, അമ്മയപ്പന്മാരനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധന്മാരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഭീഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായി. എല്ലാ കാറ്റഗറിപ്പെട്ടവരും ഇതിലുണ്ട്. ഒരു സാൽമാവിൽ എഴുതിയതല്ലേ, എല്ലാം ഉണ്ട്. ഒരു ഗ്രൂപ്പ് പോലും മാറി, എല്ലാം ഉണ്ട് അതിൽ.
ഉഗ്രന്മാർ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഉഗ്രന്മാർ, ദ്രോഹികൾ, രക്തദാഹികൾ എന്ന എൻ്റെ ഭാഷ. ഹല്ലേലൂയ. ദൈവജനം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. ലോകത്തിൻ്റെ ഒരു ചെറിയ സ്പന്ദനം പോലും ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. വിശുദ്ധ വേദപുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. വിശുദ്ധ വേദപുസ്തകം സത്യവേദ പുസ്തകമാണ്. അങ്ങനൊരു പദം മറ്റു ഇതര ഗ്രന്ഥങ്ങൾക്കില്ല. അപ്പൊ ഇതിൽ പറയുന്നതിലൊക്കെ സത്യമാണ്. പലരും ഇത് വിശ്വസിക്കുന്നില്ല, പലരും ഇതിനെ കൂട്ടിക്കളയുന്നു, കൂട്ടിച്ചേർക്കുന്നു, മറിച്ചു കളയുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ലോകത്തുണ്ടാകുന്ന കലാപങ്ങൾ, ലോകത്തുണ്ടാകുന്ന മാരകമായ പകർച്ചവ്യാധികൾ, ലോകത്തുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവസഭ ഉണർന്നെഴുന്നേറ്റ് അതിൻ്റെ ഫുൾ സിങ്ങിൽ നിൽക്കാത്തത് കൊണ്ടാണെന്ന് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നു. ഞാനതിനോട് 100% യോജിക്കുന്നു. സഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് എപ്പോൾ ദൈവജനം പോകുമോ അപ്പോൾ ഈ ലോകത്തിൽ അരാജകത്വം നടമാടും. ഒരു വാക്യം 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുക. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്കിത് പറയേണ്ട കാര്യമില്ല. 2 ദിനവൃത്താന്തം 7-ന്റെ 14 ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇതൊരു പ്രവചന ഭാഗമാണ്. ഇതൊരു പ്രാവചനിക വാക്യമാണ്. ഏത് ദിവസം സൂക്ഷ്മതയോടെ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഞായറാഴ്ച പുസ്തകം കൊടുത്തുകൊണ്ട് സഭായത്തിനൊന്നും പറഞ്ഞു പോയി സമയം കളയുന്ന 3 മണിക്കൂർ പോകുന്നവർക്കൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. സത്യസന്ധമായി ഞാൻ വേദപുസ്തകം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാനെന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് ജീവിക്കാനെന്നല്ല, എനിക്ക് വചന പുസ്തകം അനുസരിച്ച് ജീവിച്ച് സ്വർഗത്ത് പോകാനാണ് ഞാൻ വേദപുസ്തകം വായിക്കുന്നത്. പ്രസംഗിച്ച് കാശുണ്ടാക്കാനല്ല. ഇന്ന് അങ്ങനെ ചെയ്യുന്നവർ നല്ല ശതമാനം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പ്രസ്ഥാനങ്ങളും വ്യക്തികളൊന്നും ഞാൻ വിരൽ ചൂണ്ടുന്നില്ല, വ്യക്തിഹത്യക്ക് തുനിയുന്നില്ല. ബഹുഭൂരിപക്ഷവും സത്യവേദ പുസ്തകം അത് വരുമാന മാർഗമായിട്ട് എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കൺമുമ്പ് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടായി പറയുന്നത്. അനേക ദൃഷ്ടാന്തങ്ങളുണ്ട് എടുത്ത് പറയാൻ. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ വിശുദ്ധമായ പ്രമാണം, ഈ പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അഥവാ ഉണ്ടായാൽ പോലും, അവരുടെ ജീവൻ നഷ്ടമായാൽ പോലും അവരുടെ ആത്മാവിൻ്റെ സേഫ്റ്റി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്.
ഹിജാബ് വിഷയം, തട്ടമിടുന്ന വിഷയം കേരളം കത്തിക്കൊണ്ടിരിക്കുക. വലിയ ഇന്റർനാഷണൽ ന്യൂസായിട്ട് ലോകം മുഴുവൻ അത് പ്രചരിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വർഗീയ വിഷം അത് വമിക്കുന്ന വ്യക്തികൾ, കുഞ്ഞുങ്ങൾ ആവിർഭവിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പിന്നിലെ ശക്തി മനുഷ്യൻ്റെതല്ല, പൈശാചിക ശക്തിയാണെന്ന് സുബോധമുള്ളവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരു പാർട്ടിയെയും ഒരു നേതാവിനെയും ആരെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. സ്വയം ദൈവമക്കൾ നമ്മെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. ഈ പ്രവചന വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്താ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവിടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം. ഒരു ജാതിക്ക് സൗഖ്യം വന്ന, ഒരു പാർട്ടിക്ക് സൗഖ്യം വന്നിൽ ഇവിടെ ഇരിക്കുന്ന ദേശം, നമ്മൾ പാർക്കുന്ന ദേശത്തിന് സൗഖ്യം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടലിലുമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും പിന്നെ വർഗീയ വിഷം ചീറ്റുന്ന അനുഭവങ്ങളും പിന്നെ കലാപങ്ങളും മാരകമായ രോഗത്തിൻ്റെ അവസ്ഥകളും. 3 കാര്യങ്ങളാണ്: പ്രകൃതിക്ഷോഭം, കലാപം, പിന്നെ മാരകമായ രോഗങ്ങൾ. അത് നിമിത്തം ദേശത്തിന് സൗഖ്യമില്ല. പള്ളുരുത്തി ദേശത്തിന് സൗഖ്യമില്ല. എറണാകുളം ജില്ലയ്ക്ക് സൗഖ്യമില്ല. ഇപ്പൊ വന്ന് 14 ജില്ലകളിലും സൗഖ്യമില്ല. കേരളത്തിലൊട്ടും സൗഖ്യമില്ല. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും സൗഖ്യമില്ല. ഇത് സ്പിരിച്വലി ചിന്തിച്ചോ? ലോകം മുഴുവൻ സൗഖ്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. സമാധാനവും ശാന്തിയും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെട്ട് അസ്വസ്ഥത നടമാടുകയാണ്. ഇതിനൊരു പരിഹാരം ദൈവത്തിൽ നിന്നല്ലാതെ ഉണ്ടാകില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഭക്തൻ, ഒരു പയ്യനാണ് അദ്ദേഹം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിന് സ്വസ്ഥതയുണ്ടായി. മണിക്കൂറുകൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അത് പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഞാനത് കേട്ടിട്ടില്ല. ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ച സമയത്തും ആ വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കാനിടയായി. ജോർജ് മുള്ളർ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഇവാൻ റോബർട്ട്സ്, മാർട്ടിൻ ലൂതർ, നമ്മളെ കേരളക്കരയിലും കൊച്ചുഞ്ഞു ഉദേശി, അതുപോലെ പല 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 ഭക്തന്മാരുടെ പേരുകൾ എടുത്ത് പറയാനുണ്ടായ സമയം എൻ്റെ മുൻപിലില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ദേശത്തിന് സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നു. ദേശത്തെ വഹിച്ച് പ്രാർത്ഥിക്കുക. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും ഈ കേരളത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഉള്ളിൽ പൈശാചിക ശക്തികളുടെ ഭരണം നടക്കുന്നുണ്ട്. കേരളദേശത്ത് യേശു ചെന്ന സമയത്ത്, ആ മനുഷ്യനെ സൗഖ്യമാക്കാൻ ചെല്ലുന്ന സമയത്ത് പിശാച് യേശുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുന്നത്? എന്താ അറിയോ? ദയവായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കരുതേ, ഈ ദേശം നിങ്ങളെ പുറത്താക്കരുതേ. എനിക്ക് ഒത്തിരി അതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പെട്ടെന്നൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓരോ ദേശത്തിന്മേലും വാഴുന്ന പൈശാചിക ശക്തികളുണ്ട്. അവരുടെ ഭരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് ആത്മീക കണ്ടുകൊണ്ട് അതിനെതിരെ പ്രാർത്ഥനാ നിരതരായി ദൈവമക്കൾ, ദൈവസഭ എഴുന്നേറ്റ് വരുന്നില്ലെങ്കിൽ നാളെ നമുക്കിവിടെ പുസ്തകം കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും.
നാളെ നമ്മുടെ പ്രാർത്ഥനാ ഹാളുകളിൽ പിശാചിന്റെ ശക്തികൾ കയ്യേറും. നാളെ നമ്മുടെ കഴുത്തിന് വാള് വീശാനിടയായി തീരും. ഞാൻ ചുമ്മാ പറയല്ലേ, അവിടേക്ക് വേണ്ടിയിലേക്ക് ഇപ്പോഴത്തന്നെ തുടങ്ങിയിട്ടുണ്ട്. പാട്ടുപാടി എല്ലാവരും കൂടി ഇരുന്നു കുറെ ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമാവത്തില്ല. ദൈവവചനത്തിന് കീഴ്പ്പെടണം. ദൈവത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ വചനത്തിന് കീഴ്പ്പെടുക. ഇപ്പൊ വചനം ആർക്കും വേണ്ട, സത്യവചനം പത്യവചനം ആർക്കും വേണ്ട, പത്യോപദേശം ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞ സമയം മുമ്പോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിർത്താൻ പോവാം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം ഒന്ന് ഞങ്ങളെ തന്നെ താഴ്ത്തണം. നമ്മുടെ റവറൻറ്റും നമ്മുടെ ഡോക്ടറും നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം പോണം. ദൈവത്തിന് താണു കിടക്കണം. താഴ്ത്തി പ്രാർത്ഥിക്കണം. ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. നമ്മൾ ആരും അതിന് തയ്യാറല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവത്തിൽ നിന്നുള്ള സമാധാനം കിട്ടും. ദേശത്ത് എന്ത് നടന്നാലും നമുക്ക് സമാധാനം ഉണ്ടാവും. തൊട്ടപ്പുറത്ത് ഒരുത്തനെ ഒരു പാസ്റ്ററെ തല്ലിക്കൊന്നെന്നോ ഒരു വിശ്വാസിയെ തല്ലിക്കൊന്നെന്ന് വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ മരിച്ചാലും നമ്മൾ ആത്മാവ് സ്വർഗത്തിൽ പോകുന്ന ഒരു പ്രത്യാശയുണ്ട്. പിന്നെ എന്താ കാര്യം? ഇവിടെ ആദ്യമേ ശിഷ്യന്മാരെടുത്ത് പഠിക്കേ. 12 ശിഷ്യന്മാരിൽ ഒരുത്തനൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? രക്തസാക്ഷികളായി. ഇത് നമ്മളെന്തിനാ നമ്മുടെ ജീവനെ സേഫ് ആക്കുന്നത്? ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ ജീവൻ പോയത് കൊണ്ട് 1000 സ്തെഫാനോസിന്റെ ശക്തിയുള്ള ഒരു പൗലോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചില്ലേ? ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവവചനത്തിന്റെ വ്യവസ്ഥകളും ദൈവസഭ വിട്ടുപോയി. ആദ്യം അപ്പോസ്തലന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശ സത്യങ്ങളിലേക്ക് സഭ മടങ്ങി വരണം. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. 3000 പേർ രക്ഷിക്കപ്പെട്ടു വരുന്നു. അവരെ കുറിച്ച് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയായി ചപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചും പോന്നു. ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വാഹ, അവരവർക്ക് തോന്നിയ ഉപദേശം. റോമാസഭയെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ, കൊരിന്ത് സഭയെ പൗലോസ് പഠിപ്പിച്ചതുപോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ചതുപോലെ, എഫെസ്യ സഭയെ പഠിപ്പിച്ചതുപോലെ, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ചതുപോലെ, കൊലോസ്യ സഭയെ പഠിപ്പിച്ചതുപോലെ, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചതുപോലെ സഭകളെ ഉപദേശം പഠിപ്പിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഒരുക്കി നിർത്തുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ എഴുന്നേറ്റ് വരാത്തിടത്തോളം കാലം സഭയ്ക്ക് രക്ഷയില്ല. സഭ മൂക്കുകുത്തുക തന്നെ ചെയ്യും. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തക്കൊക്കെ മാങ്ങിക്കും തേങ്ങയ്ക്കും വേണ്ടി പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്നെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വചനപഠനത്തിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നത് സഭയ്ക്കൊരു മടങ്ങി വരവ്, വിശ്വാസികൾക്കൊരു മടങ്ങി വരവ്, പത്യവചനം പത്യോപദേശത്തിലേക്കൊരു മടങ്ങി വരവ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വളരെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഞാൻ ഈ ദൈവവചനം പ്രഘോഷിക്കുന്നത്. ശാരീരികമായിട്ടാണെങ്കിൽ എനിക്ക് വളരെ ക്ഷീണമുണ്ട്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ വചനങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദേശത്തിൻ്റെ സൗഖ്യം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടലിലാണെന്ന് പെന്തക്കോസ്ത് സമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. നമ്മളൊക്കെ വിചാരിക്കുന്നത്, ഞാൻ ദരിദ്രനായിരുന്നു, കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എന്നെ ദൈവം അനുഗ്രഹിച്ചു, എൻ്റെ മക്കളെല്ലാം വിദേശത്ത് അയച്ചു, 4 മക്കളെയും 4 രാജ്യത്തേക്ക് അയച്ചു, 4 രാജ്യത്തുള്ള പണം എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ബാങ്കുകളെല്ലാം നിറഞ്ഞു കിടക്കുക, മക്കളെല്ലാം കാശുകാരായി, അവരുടെ മക്കളും മരുമക്കളെല്ലാം ദൈവം അനുഗ്രഹിച്ച് 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 ഇനി അനുഗ്രഹിക്കാനില്ല, അതുപോലെ അങ്ങ് അനുഗ്രഹിച്ചു. തെറ്റിപ്പോയി. എഫേസ്യർ 1:3 നിങ്ങൾ പഠിക്കാത്തിടത്തോളം കാലം തെറ്റിപ്പോയി. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാന്റെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീയമായിട്ടാണ്. ഈ ഭൗതിക അനുഗ്രഹമാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ ജഡികന്മാരായ ലോക മനുഷ്യരെല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണല്ലോ. നോ, അത് വചനവിരുദ്ധമാണ്.
ഹല്ലേലൂയ. ഒത്തിരി അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് സഭയ്ക്കൊരു മടങ്ങിവരവ്, അഗ്നിപർവ്വതം പുകയുന്നത് പോലെ ഈ ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മധ്യേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഗൾഫ് രാജ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കേരളക്കര പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഉറങ്ങിക്കിടക്കുന്ന പെന്തക്കോസ്തുകാരാ, ഉണർന്നെഴുന്നേറ്റ് നീ പ്രാർത്ഥിച്ച് അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ദൈവസഭ, ദൈവമക്കളെല്ലാം ക്രിസ്തു പ്രകാശിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും. അതല്ല, നാം ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ കർത്താവ് വന്ന് നമ്മെ ചേർക്കും. ബാക്കിയുള്ളവരെല്ലാം കർത്താവ് കൈകാര്യം ചെയ്തോളാം. നമ്മൾ അതോർത്തൊന്നും ഭാരപ്പെടണ്ട. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. എന്താ സേഫ്റ്റി? ദൈവവചനം അനുസരിച്ച് കർത്താവിൻ്റെ വരലുണ്ട് ഒരുങ്ങുക. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു, അല്ലാത്തവർ കൈവിടപ്പെട്ടു പോയി. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങാം, ഉണരാം. പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അപ്പോസ്തല ഉപദേശത്തിൻ്റെ വ്യവസ്ഥ സഭകളിൽ പ്രസംഗിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുക. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം. ഹല്ലേലൂയ. വളരെ മനോഹരമായ 2 ലേഖനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ 5-ാം അധ്യായമാണ് ധ്യാനിച്ചതെന്ന് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഈ അധ്യായം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതുകൊണ്ടാണത് പ്രസംഗിക്കാൻ ഇടയായി തീർന്നത്. ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ ഒന്ന് കേട്ടാലും. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമായ തിമോഥെയോസിനെ അയച്ചു. തെസ്സലോനിക്ക സഭയിലേക്ക് പൗലോസ് തിമോഥെയോസിനെ അയച്ചു. അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ചേർന്ന് തിമോഥെയോസിനെ തെസ്സലോനിക്ക സഭയിലേക്ക് അയച്ച. എന്തിനാ തെസ്സലോനിക്ക സഭയിലേക്ക് അയച്ചത്? വളം പിരിച്ചെടുക്കാനോ, കൺവെൻഷന് വേണ്ടി പിരിവുണ്ടാക്കാനോ, പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനുള്ള ഫണ്ട് റേസ് ചെയ്യാനോ, ജനറൽ കൺവെൻഷനുമായിട്ടുള്ള പിരിവിനോ? നമുക്കിപ്പോൾ അതിലേക്കല്ലേ അയക്കുന്നേ. ഓരോ സഭകളിൽ ഓരോ കോർഡിനേറ്റർ തിരഞ്ഞെടുത്ത് അങ്ങ് അയക്കുക. വല്ലയിടത്ത് പോയി കാശുണ്ടാക്കിയോ? നമുക്ക് ജനറൽ കൺവെൻഷൻ നടത്തിയിട്ട് വേണം 10 ചക്രം ഉണ്ടാക്കാൻ. എല്ലാവരെ കുറിച്ച് അല്ല ഇത് പറയുന്നത്, ചെയ്യുന്നവരുണ്ട്. ഇവരൊക്കെ മാനസാന്തരപ്പെടാതെ ഒരു നിവൃത്തിയില്ല. തെസ്സലോനിക്ക സഭയിൽ ഇരിക്കുന്ന വിശ്വാസികൾ കഷ്ടതയിലൂടെ കഴിഞ്ഞു പോകും. ആ കഷ്ടതയിലൂടെ മുമ്പോട്ട് പോകുന്ന വിശ്വാസികൾ ആ കഷ്ടതയുടെ നടുവിൽ കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ദൈവവചനത്തിൽ നിങ്ങളെ വചനത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ, നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ. ഈ പൗലോസ് തിമോഥെയോസിനെ കുറിച്ച് പറയുന്ന വേറൊരു ഭാഗത്ത് പറയുന്നൊരു പദം എന്നെ അങ്ങ് വളരെ സന്തോഷിപ്പിക്കുക. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂ. ഒരു പാസ്റ്റർ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. ഒരു പാസ്റ്റർ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. ഇന്നത്തെ പാസ്റ്റർമാർ അങ്ങനെയാണോ ദൈവമക്കളെ? എല്ലാവരും ചിന്തിക്കും, പാസ്റ്ററിന് കുറ്റം പറയാൻ തുടങ്ങി. കുറ്റം പറയല് തന്നെയല്ലേ, വേറെന്താ? ഈ വ്യവസ്ഥ പ്രകാരം അല്ല പോകുന്നുള്ള കുറ്റം പറയുന്നത്. അത് കുറ്റം പറച്ചിലാണോ? ശരി പറച്ചിലല്ലേ? അങ്ങനെ എടുക്കേ. ഞാനൊരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാതെ തെറ്റായ നിലയിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ ജനം വിമർശിക്കും, ലോകം വിമർശിക്കും.
അപ്പോൾ കുടുംബത്തിലുള്ളവർ വിമർശിക്കും. പാസ്റ്റർമാർ ലോട്ടറി കച്ചവടം നടത്തുന്നു, പാസ്റ്റർമാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു, പാസ്റ്റർമാർ മണി ചെയിൻ നടത്തുന്നു, പാസ്റ്റർമാർ കല്യാണ ബ്രോക്കർമാരായി മുമ്പോട്ട് പോകുന്നു. നീയോ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാൻ തിമോഥെയോസിനോട് പറയുമ്പോൾ അതിന് വിരുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും. ഹല്ലേലൂയ. സുവിശേഷം ധനസമ്പാദനത്തിന് വേണ്ടിയാണെന്ന് പണ്ടൊരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ എതിർത്തു. കാലത്തിന്റെ കടന്നുപോക്കിൽ അത് ശരിവെക്കേണ്ടി വന്നു. നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരെ ഈ ദൈവവചനം, ഞാൻ ആരെ പ്രസ്ഥാനത്തെയും വ്യക്തികളൊന്നും ഞാൻ വിരലുകൊണ്ടുന്നില്ല, അത് പാടില്ലെന്ന് ഒരു ദൈവദാസൻ എനിക്ക് നിർദ്ദേശം തന്നു. എനിക്ക് ശരിയായിട്ട് തോന്നി. ചില സമയത്ത് അറിയാതെ പറഞ്ഞു പോകും, തീരെ നിവൃത്തിയില്ലാതെ. സ്തോത്രം. ഞാൻ മുമ്പ് അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പിൽക്കാലങ്ങളിൽ മനസ്സിലായി, ഇന്ന് സുവിശേഷം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് ഭൗതികം സമ്പാദിക്കാൻ വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടിയാണ്. അത് ലോകം മനസ്സിലാക്കി. ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിയെല്ലാം മനസ്സിലാക്കി. വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കി നോട്ടിൽ നിന്ന് മിഷൻ വെച്ച് എണ്ണി എണ്ണി ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് അതെടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് സുഖിക്കുന്ന സുഖിയന്മാർ സുവിശേഷ ഗോളത്തിൽ ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുമിള് പോലെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുമ്പോൾ എനിക്ക് വേദനയുണ്ട്, പറയേണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സുവിശേഷം പ്രസംഗിച്ച് ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് അതിന് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താ പാസ്റ്റർ ഞെട്ടാൻ കാര്യം? കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരൊന്നും അത് ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ, അല്ലെ വേറെന്താ? അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. 1 കൊരിന്ത്യർ 4:9, 11, 12, 13 ഇത്രയും ഭാഗങ്ങളെടുത്ത് വായിച്ചു പോകണം സംശയമുള്ളവർ. എപ്പോഴും ഞാനതെടുത്ത് വായിക്കുന്നില്ല. അതിലെഴുതിയിരിക്കുന്നത് പിന്നെ 2 കൊരിന്ത്യർ 6-ാം അധ്യായം, അത് വേണമെങ്കിൽ വായിക്കാൻ താല്പര്യമുണ്ട്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, അവരെ ചതിയന്മാരെന്നല്ലേ പറഞ്ഞത്? കർത്താവ് മരിച്ച് കല്ലറിൽ ഇരിക്കുന്ന സമയത്ത് ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞു എന്നല്ലേ മഹാപുരോഹിതന്മാർ പറഞ്ഞത്? ഓർക്കുന്നില്ലേ? അത് തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചില്ലേ? അവർ ആരെങ്കിലും ചതിച്ചിട്ടാണോ? എന്നാൽ ഇന്ന് ചതിക്കുന്നുണ്ട്. ആ ചതിക്കുന്നവർക്ക് പൂമാല കിട്ടുന്നുണ്ട്. അതാണ് വിചിത്രം. മരിക്കുന്നവർ വന്നിട്ട് ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ. 2 കൊരിന്ത്യർ 6:10 എല്ലാവരും ഒരു ഫ്ലക്സ് അടിച്ച് വീട്ടിൽ കൊണ്ടു വെക്കണേ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാരും ഇന്നത്തെ ശിഷ്യന്മാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരുണ്ട്, അത് ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സഭ ദൈവവചന വ്യവസ്ഥയിലേക്ക് സഭ മടങ്ങി വരണം. സഭ പഥ്യവചനം പഥ്യോപദേശത്തിലേക്ക് മടങ്ങി വരണം. സഭ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. അല്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല. അല്ല, സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും?
എന്നെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ എന്നോട് പറഞ്ഞത്, സഹോദര മരിക്കാൻ ഒരുങ്ങിക്കൊള്ളാനാവും. അപ്പൊ ഞാൻ ആദ്യം മനസ്സിലാക്കി, ദൈവമേ, ആദ്യം എനിക്കത് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പിന്നെ 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 പോയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഞങ്ങൾ ഈ പുതിയ നിയമ പ്രമാണം പഠിപ്പിച്ച ദൈവഭൃത്യൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ആദ്യം മനസ്സിലായില്ല. കുറഞ്ഞത് ചില വർഷങ്ങൾ മനസ്സിലായില്ലെന്ന് വെച്ചോ. പിന്നെ 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 ഞങ്ങളിത് പഠിക്കാനും ധ്യാനിക്കാനും തുടങ്ങിയപ്പോഴാണ് സംഭവം ഗൗരവം പിടികിട്ടിയത്. ദൈവമക്കളെ, സഭയാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാന വിഷയം. 3 ഗ്രൂപ്പാണ് ഈ ഭൂമിയിലുള്ളത്. 1 ദൈവസഭ, 2 യഹൂദൻ, 3 യവനായരുടെ ഒരു കൂട്ടം ജാതികൾ. യഹൂദനെ ദൈവം കൈവിട്ടിരിക്കുക. നമുക്കറിയാം, യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. യവനായര് പിന്നെ നമുക്കറിയാം, ദൈവത്തെ അറിയാതെ കിടക്കുന്ന ജാതികളാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിലും വേദപുസ്തകത്തിൻ്റെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17, 18, 19 ജാതികൾ കിടപ്പുണ്ട്. അവരെയും ദൈവം കാണുന്നില്ല. ഇപ്പൊ സഭ നമ്മളിലേക്കാണ് കർത്താവ് സഭയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയാൻ കർത്താവ് നോക്കിയിരിക്കുക. നമ്മളെ ചേർത്തിട്ടാണ് യഹോവനോട് ദൈവം ഇടപെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ വചനപരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.